ഇരിക്കുകയില്ല. ഒരു വൈകുന്നേരം ബ്രേക്ക് സമയത്ത് വട്ടം കൂടിയിരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം ഞാൻ അകത്ത് കസേരയിൽ ഇരിക്കുന്നില്ല, നിൽക്കുകയായിരുന്നു. അപ്പോൾ MT അസദ് ഇരിക്കൂ, കസേരയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞു ഇരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഹരിഹരനാണ് തുടക്കമിട്ടത്. പല്ലിശ്ശേരി വന്നിരുന്ന് നമ്മുടെ സെറ്റ് കവർ ചെയ്യാൻ മാത്രമല്ല വേറൊരു കാര്യം കൂടി MTയെ കൊണ്ട് ചെയ്യിക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ചോദിച്ചത് എന്താ എന്ന് ചോദിച്ചു. ഹരിഹരൻ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ സിനിമ പഞ്ചാഗ്നി അതിൻ്റെ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ കുറേ വായനക്കാരുള്ളതാണ്, ലക്ഷങ്ങൾ വായനക്കാരുള്ളതാണത്. അതിന് കണ്ടശ പ്രസിദ്ധീകരിക്കാൻ കൊടുത്താൽ നമുക്കും ഗുണകരമായിരിക്കും, അവർക്കും അത് സഹായമായിരിക്കും. MT നോ എന്ന് പറഞ്ഞില്ല. ഈ കുറച്ച് സമയം എന്തോ ആലോചിച്ചിരുന്നു. ഈ ആലോചനയ്ക്കിടയിലും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ എരിഞ്ഞിരുന്ന മുറി ബീഡികൾ ഉണ്ടായിരുന്നാലേക്കണം. അത് 1-2 കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് MT ചോദിച്ചു, ഹരൻ, അത് തിരക്കഥ കൊടുത്താൽ അതിന് ഗുണമുണ്ടാകുമോ? മാത്രമല്ല തിരക്കഥ നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന രീതിയിലും കൊടുക്കാൻ വയ്യില്ല, അതിനൊരു സാഹിത്യ രൂപമാക്കി മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ ഹരൻ പറഞ്ഞു, എന്നാലും നമുക്ക് നഷ്ടമാവില്ല. കാരണം അവർ കൊടുക്കുന്ന ഫ്രീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നാണയുടെ ബാക്ക് പേജ് തന്നെ കൊടുക്കുമ്പോൾ അതിന് അവർ അന്ന് മേടിച്ചിരുന്നത് 50,000 രൂപയാണെന്ന് ആലോചിക്കണം. ആ 50,000 രൂപയുടെ പരസ്യം നമുക്ക് നിരന്തരമായി കിട്ടുന്നു. പിന്നെ MTയുടെ രചന വായിക്കാൻ ആൾക്കാരും ഉണ്ടായിരിക്കും, അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു എതിർപ്പും കൂടാതെ അന്ന് MT പറഞ്ഞത് തരാം.